അത് CPM-ൻ്റെ ഒളി അജണ്ട അല്ല, CPM-ൻ്റെ പ്രത്യക്ഷ അജണ്ട തന്നെ അത് തന്നെയാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈന്ദവ ആചാരങ്ങളിലൂടെ ജീർണിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. ആ ജീർണാവസ്ഥയിൽ നിന്ന് ആ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സംഗതിയാണ്, ആ മുഹൂർത്തമാണ് ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനം കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു അരിപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന സാധനം. അപ്പോൾ ഏത് ജൈവ സംസ്കാരങ്ങളും ജീർണതയ്ക്ക് വിധേയമാവും, അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പോൾ പിന്നെ അവിടെ ആ ഒരു നവീകരണമാണ് അവിടെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് അത് നവോത്ഥാനമായി മാറുന്ന സാധനം. കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്? സിനു എന്താണ് കാണുന്നത്? ഏറ്റവും വലിയ അന്ധവിശ്വാസമായിട്ട് കാണുന്നത് എന്തിനാണ്? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ വിശ്വാസം മറ്റൊരാൾക്ക് അന്ധവിശ്വാസമാകാം, മറ്റൊരാളുടെ അന്ധവിശ്വാസം എൻ്റെ വിശ്വാസമാകാം. അങ്ങനെ സംഭവിക്കാം. പക്ഷേ എങ്കിലും ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി ഒരു ജനതയെ പതിറ്റാണ്ടുകളായിട്ട് അധമബോധത്തിൻ്റെയും ദാരിദ്ര്യബോധത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക് ആക്കിയ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസം അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.